ഫ്യൂച്ചറിൽ അച്ഛനും അമ്മയും ആവണമെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസത്തെ ടെസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും. ആൻഡ് ഈ ഒരു തീമിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ദി അസസ്മെന്റ്. ഒരു സ്കൈഫൈ സ്ലോ ബേണിംഗ് ഡ്രാമ, അല്ലെങ്കിൽ ഒരു സ്കൈഫൈ സ്ലോ പേസ്ഡ് ഡ്രാമ ഒരു ജനറലാണ് ഈ പടം വരുന്നത്. വെറും 3 ക്യാരക്ടേഴ്സിലൂടെ ഈ സിനിമയുടെ ആ ഒരു പ്ലോട്ട് ഡിസ്കസ് ചെയ്ത് നല്ല ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർ നല്ല സമയം എടുത്തിട്ടുണ്ട്. എൻ്റെ ആ സമയത്തിനനുസരിച്ചിട്ട് ആ സ്റ്റോറി നല്ല പോലെ തന്നെ ആളുകളിലേക്ക് കൺവേ ആവുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിൽ ഒരു കപ്പിളിന് അച്ഛനും അമ്മയാവണം എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു അസസ്മെന്റ് പ്രോഗ്രാം ഇവർ പങ്കെടുക്കണം. ഒരു 7 ദിവസത്തെ ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് ഇവർ അതിന് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള ഒരു തീരുമാനം വന്നാൽ മാത്രമേ ഇവർക്ക് ഒരു പാരൻസ് ആയി മാറാൻ പറ്റൂ. അങ്ങനെയുള്ള ആ ഒരു തീമിനെ വളരെ നീറ്റായിട്ട് തന്നെ അവർ പറഞ്ഞു പോയി. എൻ്റെ ഈ 7 ദിവസത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പല ടാസ്കുകളും അതിലെന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പടം കണ്ടു നോക്കുക. കാരണം അവർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു തീം പ്രത്യേകിച്ച് നമ്മൾ ഒരു തീർത്തും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരത് പറഞ്ഞു പോയിട്ടുള്ളത്. എൻ്റെ അതിൻ്റെ പിന്നിലുള്ള ഹിഡൻ അജൻഡാസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു റൂള് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള സീക്രട്സ് എന്തൊക്കെയാണ് എന്നുള്ള പല ലെയേഴ്സും ഈ സിനിമയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അടുത്തതായിട്ട് പറയേണ്ടത് ഇതിലത്തെ സെറ്റ് ഡിസൈൻ ആണ്. ഒരു 70s ഒക്കെ മൂവീസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കളർ ടോൺസും പ്രത്യേകിച്ച് ഒരു റെഡ് കളറും ലൈറ്റ് കളേഴ്സും ഒക്കെ ഇവർ ഓരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിന്റെയും ട്രോമാസും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കുറെ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ കാണിക്കുന്ന പല സീക്വൻസുകളും ഈ സിനിമയിലുണ്ട്. സോ അതിനെല്ലാം നല്ല വെടിപ്പായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷനോട് യോജിച്ച രീതിയിലുള്ള കളർ ഗ്രേഡിംഗ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 3 ക്യാരക്ടേഴ്സിലൂടെ അവരുടെ 3 പേരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഈ സ്റ്റോറിയുടെ പല ഭാഗങ്ങളും ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. മ്യൂസിക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. ചിലയിടത്തൊക്കെ വളരെ സ്ലോ ആയിട്ടുള്ള മ്യൂസിക് ആണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചിലയിടത്ത് വളരെയധികം ആങ്സൈറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലും പല മ്യൂസിക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു സ്കോറിങ്ങും ആ ഒരു സെറ്റ് ഡിസൈൻ ആൻഡ് ആ മൂവിയുടെ മേക്കിംഗ് സ്റ്റൈൽ ആൻഡ് ഇവർ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്ലോട്ട്, ഇതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് ദി അസസ്മെന്റ്. പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. പടം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.